ഇതാരാണ്? താങ്കൾ ആരാണ്? അല്ലല്ല, പേര് പറഞ്ഞോ മോനെ. നിന്റെ പേര് പറഞ്ഞോ. എന്താ പേര്? പറഞ്ഞോ, പേര് പറഞ്ഞോ. എടാ പേര് നീ പറഞ്ഞോ, പേര് പറഞ്ഞോ. നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം നിനക്ക്? നീ BJP എന്തോ കേരളം മറിക്കൂന്നെന്തോ പറയണ്ടായി. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ട്? അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയ ലൈംലൈറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണും. ഒന്നുമില്ല, ആശാൻ അങ്ങ് BJP ചേർന്ന്. BJP ചേർന്ന് പറയുമ്പോൾ BJP പോയി അംഗത്ത് എടുത്തു എന്നല്ലട്ടോ ഉദ്ദേശിച്ചത്. മൂപ്പര് പബ്ലിക്കായി വന്ന് ഞാനൊരു BJP ആണ്, ഞാനൊരു സംഖ്യയാണെന്ന് അങ്ങ് ഉറക്കെ പ്രഖ്യാപിച്ചു. റോബിനെ പോലുള്ള ഒരാൾ താൻ BJP ആണെന്ന് പബ്ലിക്കിന് മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അതന്നെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അങ്ങ് സംഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചില സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, നമുക്ക് ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം. എല്ലാത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന റോബിൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനൊപ്പമുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിന് താഴെ രാജീവ് ചന്ദ്രശേഖരൻ സാർ എന്നും പറഞ്ഞൊരു ഹാർട്ടിന് ഇമോജിയും കൊടുത്തു. ഞാൻ ആ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. പോരെ പുകില്. ഇത് കണ്ടതോടുകൂടി കമന്റ് ബോക്സിൽ ആളുകൾ ഒന്ന് തുരുതുരാ തെറി വിളിക്കാൻ തുടങ്ങി. അതുകൂടാതെ മാസീവ് അൺഫോളോയിങ് നടന്നു എന്നുള്ളതാണ്. അത് പിന്നെ സ്വാഭാവികം. ഇവിടെയുള്ള പൊതുജനത്തിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളും BJPയെ അനുകൂലിക്കാത്ത ആളുകളാണ്. BJPയുടെ അജണ്ടകളോട് എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അതിൽ പലരും ഡോക്ടർ റോബിന്റെ ഫോളോവേഴ്സിലും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളാണ് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നതും അൺഫോളോ ചെയ്തു പോകുന്നതും. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഇവിടെ ഡോക്ടർ റോബിനെ സംബന്ധിച്ചിടത്തോളം റോബിന് ആൾക്കാർ ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരൻ രാഷ്ട്രീയം പ്രസംഗിച്ചത് കൊണ്ടല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നിലപാടെടുത്തത് കൊണ്ടല്ല, മറിച്ച് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോയി ഉണ്ടാക്കിയെടുത്ത ഒരു ഫെയിം കൊണ്ടാണ്, പുള്ളിക്കാരന്റെ ബിഗ് ബോസിലെ പെർഫോമൻസ് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ആളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് വരുമ്പോൾ അതെല്ലാവർക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ പെട്ടെന്നുള്ള ഷോക്കിൽ പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ലെങ്കിലും കുറച്ചു കാലമായിട്ട് BJPക്ക് ഉള്ളതാണല്ലോ ഈ സെലിബ്രിറ്റി ഫേസിൽ നിൽക്കുന്ന ആൾക്കാരെ ചാക്കിട്ട് പിടിക്കുന്ന പരിപാടി. ഇതിപ്പോ അവര് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇത്തവണ നല്ലൊരു പൊന്മുട്ടിടുന്ന താറാവിനെ തന്നെയാണ് ഇവര് വര വീശി പിടിച്ചിരിക്കുന്നത്. കാരണം എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ് ഈ പറയുന്ന റോബി. എന്തേലും വിഷയം കിട്ടാൻ കാത്തുകയാണ് ആശാന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ. അങ്ങനെയുള്ള ഒരാളെ തന്നെ ഇപ്പൊ BJPക്ക് കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും കമന്റ് ബോക്സിൽ ഒരുപാട് തെരുവിളികൾ വന്നതോടുകൂടി, മാസീവ് അൺഫോളോയിങ് വന്നതോടുകൂടി ഡോക്ടർ റോബിൻ എന്താക്കി അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്ത് നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലെ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. അതെ, അതത്രേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ? ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സെലിബ്രിറ്റികൾ അടക്കമുള്ള ഓരോ പൗരന്മാർക്കും അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ പല സെലിബ്രിറ്റീസും തന്നെ രാഷ്ട്രീയം പുറത്ത് പറയാറില്ല. കാരണം എന്താണ്? പൊതുജനം അതിനെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള പേടിയാണ്. പക്ഷെ ആ പേടിയെ മറികടന്നുകൊണ്ട് ഡോക്ടർ റോബിൻ ഇവിടെ തന്നെ രാഷ്ട്രീയം തുറന്ന് സംസാരിച്ചു. അത് പ്രശംസനീയം തന്നെയാണ്. പക്ഷെ അങ്ങനെ തുറന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ റോബിനെ എതിർക്കുകയും ഒരുപാട് ആളുകൾ റോബിൻ അൺഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ റോബിൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് തുറന്നു പറയുമ്പോൾ റോബിന് ഒരു കാര്യം മനസ്സിലാക്കണം. റോബിനെ ഫോളോ ചെയ്യുന്നവർക്കും ഉണ്ട് അവരുടേതായ രാഷ്ട്രീയം, അവരുടേതായ അഭിപ്രായങ്ങൾ. സോ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയം റോബിൻ പിന്തുടരുന്നത് കാണുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം റോബിൻ അൺഫോളോ ചെയ്ത് പോകാനുള്ള അവകാശം അവർക്കുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ള അവകാശവും അവർക്കുണ്ട്. പക്ഷെ അത് വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നം തന്നെയാണ് കേട്ടോ. അല്ലാതെ അവരവരുടെ അഭിപ്രായം തുറന്നു പറയുന്നതിനോടും റോബിനെ അൺഫോളോ ചെയ്യുന്നതിനും ഇത്ര വലിയ രോഷം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇത് തുറന്നു പറയുന്നതിന് മുമ്പ് റോബിൻ ചിന്തിക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു BJPക്കാരനാണെന്ന് പബ്ലിക്കിന് മുന്നിൽ തുറന്നു പറയുന്ന സമയത്ത് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് നേരിടാൻ തയ്യാറായിക്കൊണ്ട് മാത്രം അത്തരം കാര്യങ്ങൾ തുറന്നു പറയുക. ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് മൗനം പാലിക്കുക. എനിവേ, റോബിൻ ബാക്കി പറഞ്ഞാട്ടെ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അതെ, അതത്രേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് റോബിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോൾ അൺഫോളോ ചെയ്ത് പോകണം എന്നുള്ളത് അവരുടെയും ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ റോബിനിൽ നിന്ന് കാണുമ്പോൾ അവർ അൺഫോളോ ചെയ്തു പോകും. അത് അവരുടെ താല്പര്യമായി കണ്ടാൽ മതി. എല്ലാം അതിനൊരു സെൻസിലെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ റോബിനെ. റോബിൻ ബാക്കി പറഞ്ഞാട്ടെ. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു.
അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. അയ്യ എന്റെ മോനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് നീ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതിനോട് എനിക്ക് ഒന്നും പറയാനില്ല. മോഡി വൺ ഓഫ് ദ പവർഫുൾ പേഴ്സൺ ആണ് പോലും, ലോകത്തിലെ വൺ ഓഫ് ദ പവർഫുൾ ലീഡർ ആണ് പോലും. നീ ഒരു സംഖ്യയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് കൊണ്ട് നീ ഇങ്ങനെ പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ. അപ്പൊ ഒരു BJP അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം മോഡി വൺ ഓഫ് ദ പവർഫുൾ ലീഡർ തന്നെയായിരിക്കും. അത് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം പറയുന്നില്ല. പിന്നെ പൊതുവെ നമ്മുടെ ഓഡിയൻസിന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് കടക്കുന്നില്ല. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു എൻ്റെ വീഡിയോ വേറെ ചെയ്യേണ്ടി വരും. എന്തായാലും റോബിൻ എന്ത് ബാക്കി പറഞ്ഞാട്ടെ. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. ഓ അതിനിപ്പോ എന്താ, നീ ഇഷ്ടപ്പെട്ടു, അതിനൊരു കുഴപ്പമില്ല. നീ ആരിഷ്ടപ്പെടണം, നീ ആരിഷ്ടപ്പെടണം എന്നൊക്കെ ഉള്ളത് നിന്റെ താല്പര്യമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ മോഡി ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ നീ തള്ളിവിടുന്നത് എന്ത് കണ്ടിട്ടാണോ എന്തോ. എനിവേ നീ ഇത്രയും പറഞ്ഞല്ലോ, ബാക്കി പറഞ്ഞാട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല, അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? പുച്ഛിക്കാൻ അതിന്റേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മതവും കൂട്ടിക്കലർത്തിയാണ് രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് BJP മാത്രമല്ല, SDPI പോലുള്ള പല പാർട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഇവിടുത്തെ ആളുകൾ വെറുപ്പ് പ്രകടിപ്പിക്കും. അതിപ്പോ BJP ആണെങ്കിലും ശരി, SDPI ആണെങ്കിലും ശരി, ഏത് പാർട്ടി ആണെങ്കിലും ശരി. കാരണം നമ്മളൊക്കെ ജീവിച്ച് ശീലിച്ച കേരള ജനത എന്ന് പറയുന്നത് മതേതരത്വം ശീലിച്ച ജനതയാണ്. ഇങ്ങനെയുള്ള ഒരു ജനതയ്ക്കിടയിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന്റേതായ അനിഷ്ടങ്ങൾ ഈ ജനത കാണിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ BJPയുടെ ഒരു പുച്ഛം കാണിക്കുന്നത്. അപ്പൊ ആ കാര്യം റോബിന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും റോബിൻ ബാക്കി പറഞ്ഞാട്ടെ. എന്താ പുച്ഛിക്കാനിരിക്കുന്ന? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം പറയാം, പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? പക്ഷെ അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. ഇപ്പൊ വരും, കാത്തിരുന്നോ. BJP കേരളം ഭരിക്കുന്ന ഒരു ദിനം താമസിയാതെ വരുന്നൊക്കെ ആശാൻ അത് വിചാരിച്ച് അവിടെ കുത്തിരിക്കുകയാണ്. റോബിൻ പറഞ്ഞ മാതിരി ചിലപ്പം വരുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനോരിയോ വെച്ച് മിനിമം ഒരു 10-15 കൊല്ലമെങ്കിലും എടുക്കും BJPക്ക് ഇവിടെ നിന്ന് പച്ച പിടിച്ച് വരാൻ. പിന്നെ ഒന്ന് ഭരണം പിടിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. എങ്കിലൊക്കെ റോബിൻ ജീവനോട് ഉണ്ടാവോ എന്തോ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കേരളത്തിൽ BJP ഭരണത്തിൽ വരുന്നതിന് പേടിയുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും പേടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ BJP ഭരണത്തിൽ വന്നാൽ ഒരുപക്ഷെ അവിടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാവാൻ സാധ്യത ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, BJP ഭരിക്കുന്ന പല സ്ഥലത്തും കണ്ടുവരുന്ന പ്രവണതകൾ കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അതെല്ലാം എവിടെയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം ജനങ്ങളിൽ ഉണ്ടാകും. അത് കാരണം ഇവിടെ BJP ഭരണത്തിൽ വരുമോ എന്ന് ജനങ്ങൾ പേടിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനെന്താണ് തെറ്റ്? എന്തായാലും റോബിൻ ബാക്കി പറഞ്ഞാട്ടെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതോ എന്റെ പിന്നെ ആ പഴയ കാലഘട്ടം ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ബിഗ് ബോസ് കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ അലറി നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, എന്റെ അമ്മോ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നത്. ഇപ്പൊ പെണ്ണ് കെട്ടിയതിനെ കൊണ്ടാണ് ഇവരൊന്ന് ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. അതൊക്കെ ഒരു കാലം, ഓർക്കാത്താണ് നല്ലത്. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസണിൽ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ല സംഭവിക്കൂ. അത് നീ എന്നല്ല, സെലിബ്രിറ്റി ഫേസിൽ ഏതൊരാളും BJP പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും. നല്ല കമന്റ് വരും, പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും നീ ബാക്കി പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഖ്യയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഖ്യയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, കെ സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്നമാണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. എനിവേ, ഞാനൊരു സംഖ്യയാണെന്ന് ഡോക്ടർ റോബിൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള ഒരു വകയാണിത്.
കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത്. കാരണം പണ്ട് തൊട്ട് ഡോക്ടർ റോബിനെ അറിയാവുന്നവർക്ക് അറിയാം, സോഷ്യൽ മീഡിയ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഡോക്ടർ റോബിൻ. അത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമുള്ള ഡോക്ടർ റോബിന്റെ ആക്ടിവിറ്റീസ് പരിശോധിച്ചാൽ മാത്രം മതി. ബിഗ് ബോസിൽ നിന്നുള്ള റീച്ചും ഫെയിമും സോഷ്യൽ മീഡിയയിൽ നിലനിർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ റോബിൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരു പരിധി വരെ സോഷ്യൽ മീഡിയക്കകത്ത് പിടിച്ചു നിൽക്കാൻ ഡോക്ടർ റോബിന് പറ്റിയിട്ടുമുണ്ട്. പക്ഷെ എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു സമയം കഴിഞ്ഞപ്പോൾ റോബിനും ഫീൽഡ് ഔട്ട് ആയി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് പിന്നെ എല്ലാ ഫെയിമിനും അങ്ങനെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനൊന്നും ചെയ്യുന്നില്ല എങ്കിൽ, ചുമ്മാ ഒച്ചയും ബഹളം മാത്രം ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അധികകാലം സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഫീൽഡ് ഔട്ട് ആവും. അങ്ങനെ ഫീൽഡ് ഔട്ട് ആയി ആശാൻ കുറെ നാളെ ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു. അതിനിടയിലാണ് പിടിവള്ളി എന്നോണം ആശാന് BJP ഒന്ന് കിട്ടിയത്. ആശാൻ ചുമ്മാ ഒരു BJP നേതാവിന്റെ കൂടുതൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടപ്പോഴേക്കും നല്ല തെരുവിൽ വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, അത് വെച്ച് അങ്ങ് പിടിച്ചു കയറാമെന്ന് കരുതി. ഇനിയിപ്പോ ഡോക്ടർ റോബിനെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ്. കാരണം കിട്ടിയത് നല്ല പിടിവള്ളിയാണ്. ഇനി ആശാന് സോഷ്യൽ മീഡിയയിലൂടെ മൊത്തം വണ്ടി ഓടിക്കാനുള്ള വകുപ്പ് BJP തന്നെ തന്നോളൂ. കാരണം അത്ര നല്ല പേരാണല്ലോ കിട്ടിയത്. എന്തായാലും റോബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കിട്ടിയ അവസരം നന്നായി മുതലെടുക്കുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഇത് വെച്ചാണ് മക്കളെ റോബിൻ ഒരു കളി കളിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ കൊണ്ടൊന്ന് റോബിൻ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ ഒരു 10-12 വീഡിയോ അടുത്ത് വരും, നോക്കിക്കോളി. എന്തായാലും ഇതിന് ശേഷം ഡോക്ടർ റോബിൻ ഇന്നലെ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആണെന്ന് കണ്ടോക്കാം. ഹലോ, ഇതാരാണ്? നമ്മുടെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചല്ലോ. ആരാ ഇത്? ചേട്ടാ, നമുക്ക് റോബിന്റെ നമ്പറാണ് വേണ്ടത്. ആണോ? ഞാനാണല്ലോ റോബിൻ. എന്താ പ്രശ്നം മോനെ, പറഞ്ഞോ. ചേട്ടന് ഇപ്പൊ ടീം വിളിക്കും, അപ്പൊ അവർക്കൊന്ന് സംസാരിക്കാനുണ്ടോ? ഏത് ടീമാ വിളിക്കുന്ന? അത് വെച്ചാൽ വിളിക്കുമ്പോ അവരോട് ചോദിച്ചാൽ മതി. അല്ല, പറഞ്ഞോ, ഏത് ടീമാ വിളിക്കുന്നതെന്ന് പറഞ്ഞോ. ചേട്ടന് BJP-യുടെ ടീമാന്ന് തോന്നുന്നു. BJP-യുടെ ടീമാ? BJP-ക്കാര് ഇലക്ഷൻ എടുക്കണം അങ്ങനെ. ആണോ? ഓഹോ, ഓക്കെ. ഇത് ആരാണ്? താങ്കൾ ആരാണ്? ശരി കേട്ടാ, അപ്പൊ അവരുടെ അല്ലല്ല, പേര് പറഞ്ഞോ മോനെ. നിന്റെ പേര് പറഞ്ഞോ. എന്താ പേര്? എന്തിന് പറഞ്ഞോ, പേര് പറഞ്ഞോ. എന്തിനാടാ? നീ പറഞ്ഞ പേര് പറഞ്ഞോ. നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം നിനക്ക്? നീ BJP എന്തോ കേരളം തോമറിക്കൂന്നെന്തോ പറയണ്ടായി. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. അല്ല, എനിക്ക് BJP ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഇല്ല, എനിക്കൊന്നും പ്രശ്നം. നിന്റെ അടുത്ത് ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? നീ ആരാണ്? എടാ, നിന്റെ പേര് പറ മോനെ. നിന്റെ പേര് പറ. നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ പേര് പറ. എവിടെ നിന്ന്? നിന്റെ പേരും വീടും പറ. നീ എവിടെ നിന്ന്? നീ കണ്ടുപിടിക്കും. എടാ, കണ്ടുപിടി. എടാ, നിന്റെ പേര് പറടാ. നീ കണ്ടുപിടിക്കും. നിന്റെ പേര് ഞാൻ കണ്ടുപിടിക്കും. നീ എന്തോ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം? എന്താ പ്രശ്നം നിനക്ക്? എന്താ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നീ നിനക്ക്? എടാ, പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ? കേരളം BJP പിടിച്ചെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ എന്റെ BJP അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളം BJP ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അതെന്താണ് മോനെ? ഓ, അത് എന്തെങ്കിലും ആവട്ടെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്വപ്നമല്ലേ സുഹൃത്ത്? ഓ, സ്വപ്നം ആയിക്കോട്ടെ. സ്വപ്നം എന്തേ? സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം? സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത്? നീ എന്തിനു വിളിച്ചത്? നീ പറ. നിന്റെ ടീമല്ല, നീ പറയടാ. ഓ, തീട്ടം. ഓഹോ, അത്ര ഉള്ളടാ. നീ എന്തോ എന്നെ കട്ട് ചെയ്താ? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ, നിങ്ങളിപ്പോ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ്. കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. എന്റെ സ്ഥലം എവിടെയാണ്, എന്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു ഭീഷണി കൂടെ. റോബിന്റെ അടിയന്തരമാണ്, അവരുടെ സൂക്ഷിച്ചോളം പറഞ്ഞു. സോ, അപ്പം സ്റ്റാഫ് പാനിക്കായി എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളിപ്പോ കണ്ടത്. അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവന്റെ ഒരു ടീമൊക്കെ എന്നെ വിളിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യും. BJP-നെ എനിക്ക് ഇഷ്ടമാണ്. എന്റെ നിലപാടിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട. അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്കലി എക്സ്പോസും ചെയ്യും, നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുത്. നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഏത് വിവരം കെട്ടൊരുത്തന്നെ റോബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് നമ്മളിപ്പോ കണ്ടത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണതല്ലേ, ഇത്തരം വിവരം കെട്ടവൻ ഏതാണാവോ എന്നുള്ളതാണ്. ഇനി മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവന്റെ ഏതെങ്കിലും പഴയ ഫോളോവർ എങ്ങാനും ആണോ? ആർക്കറിയാം അല്ലേ. എന്തായാലും അവനായിട്ട് റോബിൻ അണ്ണാക്കിലേക്ക് ചാടി കൊടുത്ത് അവന്റെ ബുദ്ധി കൊള്ളാം. ഇനിയിപ്പോ ഇത് റോബിൻ തന്നെ തന്റെ സുഹൃത്തിനെ ഏർപ്പാടാക്കി വിളിപ്പിച്ചതാണോ? അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല കേട്ടോ. കാരണം മറ്റൊന്നല്ല, ഇപ്പൊ വന്ന് സോഷ്യൽ മീഡിയയിൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടതാണല്ലോ. സ്വന്തം കാറ് തല്ലി പൊളിക്കുന്നു, എന്നിട്ട് ആരും എന്റെ കാറ് തല്ലി പൊളിച്ചെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പലരും ചെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ സുഹൃത്തിനെ കൊണ്ട് സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി റോബിന് വിളിപ്പിച്ചതല്ലെന്ന് ആര് കണ്ടു? എന്തായാലും വിളിച്ച ആളുടെ നമ്പർ റോബിൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ആ നമ്പർ വെച്ച് ട്രൂ കോളറിൽ പേര് നോക്കിയ സമയത്ത് ഫായിസ് എങ്ങാനുമാണ് കണ്ടത്. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നുമില്ല, ഫോൺ കട്ട് ചെയ്യാണ് ചെയ്തത്. ഇനി റോബിൻ നമ്പർ പുറത്ത് വിട്ടത് ഞാൻ ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് ഇവനെ കട്ട് ചെയ്തതാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും മുട്ട കോമഡി ആയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും?
വരും അല്ലേ? റോബിൻ BJP അനുഭവമാണെന്ന് അറിഞ്ഞപ്പോഴേക്കും റോബിനൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ആൾക്കാർ ഇഷ്ടം. എവിടെ എത്തി നിൽക്കുന്ന റേഞ്ചിലെ ഇതിനൊക്കെ പിന്നുള്ള കളികൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചോണ്ട് അറിയാം. എന്നിട്ടും ഇതുകൊണ്ടൊന്നും റോബിൻ അവസാനിപ്പിച്ചില്ല കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്ന ആശ നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ ആദർശിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം BJP പാർട്ടിനെ എനിക്ക് ഇഷ്ടമാണെന്നും എന്റെ പൊളിറ്റിക്കൽ വ്യൂ ധൈര്യമായിട്ട് ലോകത്തോട് പറഞ്ഞപ്പോൾ എന്നെ എതിർക്കാനും അടിച്ചമർത്താനും എന്നെ ഭീഷണിപ്പെടുത്താനും ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ BJP പാർട്ടിയിൽ ഈ സെക്കൻഡ് വരെ ഒരു അംഗത്വം പോലും ഇല്ലാത്ത എന്നെ പോലെ ഒരു സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BJP പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ വന്നു. കാരണം നിങ്ങൾ തന്ന ധൈര്യവും സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, എന്റെ പൊളിറ്റിക്കൽ വ്യൂ ധൈര്യമായിട്ട് ഞാൻ ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ എന്നെ പോലെ BJP പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. അതിന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തോട് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1000 അല്ല, 10,000 അല്ല, ലക്ഷമല്ല, കോടിക്കണക്കിന് ജനങ്ങൾ നമ്മളെ എതിർത്തേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും ധൈര്യത്തോടെ പറയാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അങ്ങനെ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും നല്ലത് വരുന്ന എന്ത് കാര്യം ചെയ്യുന്നതും രാഷ്ട്രീയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് എല്ലാവർക്കും നിലപാടുകൾ ഉണ്ടായിരിക്കും. നമ്മളെ നിലപാടുകൾ നമുക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും മരിക്കുന്നവരെ ആ നിലപാടിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമല്ല, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഒരു BJP കാരനാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും അഭിമാനവും എനിക്കുമുണ്ട്. നന്ദി. ആശ കെട്ടിയ അവസരത്തിൽ മോട്ടിവേഷൻ വെച്ച് കാച്ചലിഷ്ട. നമ്മൾ നമ്മുടെ രാഷ്ട്രീയം തുറന്നു പറയുമ്പോൾ എതിർക്കാൻ 100 കണക്കിന് ആളുകൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ പതരാതെ അടിയുറച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ. എന്തായാലും കൊള്ളാം. നല്ലൊരു പൊളിറ്റിക്കൽ ലീഡർ ആവാനുള്ള എല്ലാ ഭാവവും ഞാൻ റോബിനിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സംസാരിച്ച ആൾക്കാരെ വശത്താക്കുന്നതിൽ അതിന് റോബിൻ മിടുക്കനാണ് കേട്ടോ. എന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ റോബിൻ വന്ന് പെട്ടിട്ടുള്ളത്. സുരേഷ് ഗോപിന്റെ അവസ്ഥയൊന്നും ഞാൻ വരാതിരിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. മാസ ഡയലോഗ് അടിച്ച് ഈ പാർട്ടിയിലേക്ക് കയറിപ്പോയ പല ആളുകളും പിന്നീട് ട്രോള് കിട്ടി ഇറങ്ങി വന്ന പതിവേ ഉള്ളൂ. ആ പതിവ് റോബിന്റെ കാര്യത്തിലും ആവർത്തിക്കപ്പെടാതെ നോക്കിക്കോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി കിട്ടിയ പിടിവള്ളിയിൽ മുറുക്കെ പിടിച്ച് തന്നെ മുന്നോട്ട് പോയിക്കോ. എന്തുകൊണ്ട് ഇനി ബിഗ് ബോസിൽ കിട്ടിയ ഫെയിമിനേക്കാളും ഒരു പടി മുകളിൽ ഇനിയിപ്പോ റോബിന് ഫെയിം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ബിഗ് ബോസിലെ ഫെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതൊരു സമയത്തേക്ക് ഉണ്ടാവത്തുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അനുമോള് ബിഗ് ബോസ് കഴിഞ്ഞുകൊണ്ടിരുന്ന തന്നെ ഒരു മാസം പുള്ളിക്കാരെ കുറിച്ച് മാത്രമേ ആൾക്കാർക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ദിലീപ് കേസ് വന്നപ്പോ എല്ലാവരും പുള്ളിക്കാരനെ അങ്ങ് മറന്നു. ഇപ്പൊ ആരും പുള്ളിക്കാരനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത്രയൊക്കെ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫെയിമിനെ കൊണ്ടുള്ള ഗുണമുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഫെയിം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അതിന് റോബിന് കിട്ടിയ ഒരു പിടിവള്ളിയായിട്ട് കൂട്ടിയാൽ മതി BJP അനുഭാവിത്വം. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ റോബിന്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കൂടുതലായിട്ട് എനിക്കൊന്നോട് പറയാനില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.